നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ലഹരി വിൽപ്പന സംഘങ്ങളെ പിടികൂടുന്നതിനായി ചങ്ങരംകുളം പോലീസ് നടത്തിവരുന്ന വ്യാപക പരിശോധനയിൽ 1.25 കിലോ കഞ്ചാവുമായി 3 പേർ പിടിയിലായി. ഒരു മാസത്തിനിടെ ഇവരുടെ നേതൃത്വത്തിലുള്ള സംഘം 75 കിലോയോളം കഞ്ചാവ് മേഖലയിൽ എത്തിച്ച് വിൽപ്പന നടത്തിയതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിദ്യാർത്ഥികളാണ് ഇവരുടെ പ്രധാന ഇരകളെന്നും പോലീസ് പറഞ്ഞു. ചങ്ങരംകുളം ചിയ്യാനൂർ സ്വദേശി വേഷുട്ടൻ എന്ന് വിളിക്കുന്ന സജിത്ത്, പൊന്നാനി സ്വദേശി ഷെഫീഖ്, കക്കടിപ്പുറത്ത് താമസിച്ചു വരുന്ന ആഷിഖ് എന്നിവരെയാണ് ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രദേശത്ത് കഞ്ചാവ് മൊത്തവിതരണ സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായ പ്രതികൾ. വ്യാഴാഴ്ച രാത്രി 10:30യോടെ ചങ്ങരംകുളത്ത് സ്വകാര്യ ബാറിന് സമീപത്തു നിന്നാണ് സജിത്തിനെ ചങ്ങരംകുളം പോലീസ് കഞ്ചാവുമായി പിടികൂടിയത്. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂട്ടുപ്രതികളായ ഷെഫീഖിനെയും ആഷിഖിനെയും കസ്റ്റഡിയിലെടുത്തത്. പ്രദേശത്തെ ലഹരി സംഘങ്ങളെ പൂട്ടുന്നതിനായി ഏതാനും ദിവസങ്ങളായി പോലീസ് നടത്തിവരുന്ന പരിശോധനയിലാണ് സജിത്ത് പിടിയിലാകുന്നത്. ഒരു മാസത്തിനിടെ ചങ്ങരംകുളം എടപ്പാൾ മേഖലകളിൽ നിന്നായി വിൽപ്പനക്കാരും ഉപഭോക്താക്കളുമായ 30ഓളം പേരെ പിടികൂടിയെന്നും ഇതിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ വരെ ഉണ്ടെന്നും വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും CI ഷൈൻ പറഞ്ഞു. പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പൊന്നാനി കോടതിയിൽ ഹാജരാക്കും. CCTV ന്യൂസ്. പട്ടാമ്പി മുനിസിപ്പൽ ടവർ നിർമ്മാണം പുരോഗമിക്കുന്നു. 1.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടക്കുന്നത്. പ്രവർത്തികൾ മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ വിലയിരുത്തി. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലെ മത്സ്യ മാർക്കറ്റിന് സമീപത്താണ് പട്ടാമ്പി നഗരസഭയ്ക്ക് പുതിയൊരു ആസ്ഥാനം നിർമ്മിക്കുന്നത്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 10 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. ഗ്രൗണ്ട് ഫ്ലോറിന്റെ ആദ്യ കോൺക്രീറ്റ് പ്രവൃത്തികളാണ് ഇന്ന് നടന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. 5 നിലകളിലായാണ് മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത്. 3 മാസത്തിനകം ടവറിന്റെ സ്ട്രക്ചർ വർക്കുകൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. മുനിസിപ്പൽ ടവറിന്റെ തൊട്ട് സമീപത്തായി റവന്യൂ ടവറും വരുന്നുണ്ട്. ഇതിന്റെ ടെൻഡർ നടപടികളും പൂർത്തിയായി വരികയാണ്. മുനിസിപ്പൽ ടവറും റവന്യൂ ടവറും കൂടി വരുന്നതോടെ പട്ടാമ്പിയിലെ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ വരുമെന്ന പ്രത്യേകത കൂടി ഉണ്ടാകും. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, കിഫ്ബി ഉദ്യോഗസ്ഥർ, മറ്റു നിർമ്മാണ ചുമതലയുള്ള കമ്പനി അധികൃതർ എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് കിഫ്ബി വഴി നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള പട്ടാമ്പി മുനിസിപ്പൽ ടവർ. ഈ മുനിസിപ്പൽ ടവറിന്റെ കോൺക്രീറ്റിംഗ് ആണ്, ആദ്യത്തെ കോൺക്രീറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിന്റെ സ്ലാബിന്റെ വർക്കുകളാണ് നടക്കുന്നത്. 10,50,00,000-ലധികം രൂപ അനുവദിച്ചുകൊണ്ടാണ് കിഫ്ബിയിൽ ഈ വർക്ക് നടക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിന്റെ വർക്ക് എടുത്തിട്ടുള്ളത്. പട്ടാമ്പിയിലെ മുനിസിപ്പാലിറ്റിക്ക് ഒരു പുതിയ ആസ്ഥാനം എന്ന നിലക്കാണ് ഈ ഫണ്ട് ലഭ്യമാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ റവന്യൂവിനും പുതിയ ആസ്ഥാനത്തിന് വേണ്ടി ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. G+4 എന്നുള്ള മാതൃകയിലാണ് ഗ്രൗണ്ട് ഫ്ലോറും അതോടൊപ്പം 4 നിലകളും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5 നിലകൾ കാണുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഇതിനുള്ളത്. ഇത് 3 മാസം കൊണ്ട് ഇതിന്റെ സ്ട്രക്ചർ വർക്കുകൾ പൂർത്തീകരിക്കണമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ അതിന്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഇങ്ങോട്ട് മാറുമ്പോൾ റവന്യൂ ടവർ കൂടി ഇങ്ങോട്ട് മാറുന്ന സമയത്ത് വലിയ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ അപ്പുറത്ത് റവന്യൂ ടവറിന് വേണ്ടി സ്ഥലം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുനിസിപ്പാലിറ്റി സ്ഥലം ലഭ്യമാക്കിയിരുന്നെങ്കിലും സ്ഥലം ക്ലിയർ ചെയ്യാത്തത് കൊണ്ട് നമുക്കത് ടെൻഡർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റി അതിന്റെ സ്ഥലം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ടെൻഡർ ചെയ്യാനുള്ള നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കിഫ്ബിയുടെ വർക്കായിട്ട് ഇപ്പോൾ നമ്മുടെ റോഡ്, നമ്മുടെ പാലം, കുളപ്പുള്ളി റോഡ്, അതുപോലെ തന്നെ പട്ടാമ്പി പാലം, തിരുവേഗപ്പുറയിലെ കാലടിക്കുന്ന് തടയണ, മൂതിക്കയം തടയണ അടക്കമുള്ള നിരവധി വർക്കുകൾ, അതുപോലെ വാടനാംകുറിച്ചി മേൽപ്പാലം, ഇപ്പോൾ നമ്മുടെ വല്ലപ്പുഴ മേൽപ്പാലത്തിന്റെ വർക്ക് ആരംഭിക്കുന്നു, ടെൻഡർ. ഇങ്ങനെ കിഫ്ബിയുടെ നിരവധി വർക്കുകൾ പട്ടാമ്പിയിൽ നടക്കുകയാണ്. കൊടുകൊണ്ട മേൽപ്പാലത്തിനും ഫണ്ട് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ വിവിധ ഘട്ടങ്ങളിലായിട്ട് പട്ടാമ്പി മണ്ഡലത്തിൽ കിഫ്ബിയുടെ വർക്കുകൾ നടക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട വർക്കാണ് ഇപ്പോൾ മുനിസിപ്പൽ ടവറിന്റെ വർക്ക് നടക്കുന്നത്. ഫുള്ളി എയർ കണ്ടീഷനായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ടവറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതിന്റെ മാതൃക. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും കിഫ്ബിയുടെ വർക്ക് വളരെ വേഗത്തിൽ നടക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. പട്ടാമ്പിയിൽ പുതിയ മുനിസിപ്പൽ കെട്ടിടം യാഥാർത്ഥ്യമാകുമ്പോൾ മുൻ ചെയർമാൻ KSBയെ തങ്ങളെ വിസ്മരിക്കാനാവില്ലെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി. നഗരസഭാ മുൻഭരണ സമിതിയുടെ കാലത്താണ് ഇതിനാവശ്യമായ നടപടികൾ തുടങ്ങിയതെന്നും TP ഷാജി സൂചിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ മുനിസിപ്പൽ ടവർ നിർമ്മാണ പുരോഗതി വിലയിരുത്തി മടങ്ങിയതിനു ശേഷമായിരുന്നു സ്ഥലത്തെത്തിയ വൈസ് ചെയർമാൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. ദീർഘകാലത്തെ ആവശ്യമാണ് വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ള ഒരു മുനിസിപ്പൽ കെട്ടിടം എന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഇതിന് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അന്ന് അംഗീകാരം ലഭിച്ചതിന് ശേഷം അന്ന് KSB തങ്ങൾ പ്രസിഡന്റായിരിക്കുന്ന ചെയർമാനായിരിക്കുന്ന സമയത്ത്
അതിന്റെ തറക്കല്ലിടൽ കർമ്മം കൂടി പൂർത്തീകരിച്ചതാണ്. പിന്നീട് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത്. ആ സ്ഥലം കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ പെരിന്തൽമണ്ണ റോഡിലേക്ക് മാറ്റി അന്ന് 30 സെന്റ് സ്ഥലം മുനിസിപ്പാലിറ്റി വിട്ടു നൽകി. പിന്നീട് ആ സ്ഥലം കുറച്ച് കമ്മി ഉണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് അത് 35 സെന്റ് സ്ഥലം നഗരസഭ വിട്ടു നൽകിയിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മാണം ആരംഭിച്ചത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് 8,97,00,000 രൂപ പ്ലസ് GST ഇതിന്റെ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. വളരെ സമയബന്ധിതമായ രീതിയിൽ ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഇത് പൂർത്തീകരിക്കുന്നതോടുകൂടി സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും മനോഹരമായ രീതിയിലുള്ള ഫ്രണ്ട് ഓഫീസുകളും ബാത്റൂം സൗകര്യം ഉൾപ്പെടെ അത്യാധുനിക രീതിയിലാണ് ഈ നഗരസഭയുടെ കെട്ടിടത്തിന്റെ പ്രവർത്തനം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് രാഷ്ട്രീയമായി പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും KSP തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പട്ടാമ്പിയുടെ വികസനത്തെക്കുറിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരാളായിരുന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പദ്ധതി പട്ടാമ്പിയിലേക്ക് എത്തിച്ചത്. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ കൂടി സ്മരിക്കുകയാണ്. ഫണ്ട് അനുവദിച്ച ഗവൺമെന്റിന് പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് ഏപ്രിൽ 5-ന് ആരംഭിക്കുന്ന ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഗാലറി നിർമ്മാണത്തിന് തുടക്കമായി. ജീവകാരുണ്യ രംഗത്ത് മാതൃകയായി പ്രവർത്തിക്കുന്ന സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും കായിക രംഗത്ത് മുന്നിൽ നിൽക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായാണ് ചാലിശ്ശേരി സലീം സോമിൽ ഹിൽവുഡ് സമ്മാനിക്കുന്ന വിന്നേഴ്സ് ട്രോഫിക്കും ലോത്ത് ക്ലോത്തിംഗ് ഷർട്ട് സമ്മാനിക്കുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള 3ാമത് ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ആരവം 2025 അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് കാൽനാട്ടുകർമ്മം വേങ്ങാട്ടൂർമന നാരായണൻ നമ്പൂതിരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, CSA സംഘാടക സമിതി കൺവീനർ MM അഹമ്മദ് ഉണ്ണി, K ജ്യോതിദേവ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങൾ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TK സുനിൽകുമാർ, സഹയാത്രാ ചെയർമാൻ C പ്രേംരാജ്, കോർഡിനേറ്റർ TA രണദവേ, ഭരണസമിതി അംഗം ഗോപിനാഥ് പാലശ്ശേരി, ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. മധുരവിതരണവും നടത്തി. GI പെപ്പ് ഉപയോഗിച്ച് മികച്ച രീതിയിലാണ് ഗാലറി നിർമ്മാണം. 10 നിരകളിലായി നിർമ്മിക്കുന്ന ഗാലറിയിൽ 7000-ഓളം പേർക്ക് കളി കാണുവാൻ കഴിയും. ഏപ്രിൽ 5 ഞായറാഴ്ച ക്ഷേത്ര മൈതാനത്ത് ആരംഭിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് എല്ലാ കായിക പ്രേമികളുടെയും സഹകരണം വേണമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രദേശങ്ങളിലെല്ലാം തന്നെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ജാതി ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ഫുട്ബോൾ മാമാകും. ഏതാണ്ട് 1 മാസത്തോളം കാലം ചാലിശ്ശേരിയെ ഉത്സാഹനയിൽ സംഭവവികാസങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടുവരുന്നത്. തീർച്ചയായും ഈ വർഷവും അത് ഭംഗിയായി തന്നെ മനോഹരമായി എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഫുട്ബോൾ പ്രേമികൾക്കും. തളി ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രം 8ാം ഉത്സവം ഭക്തിസാന്ദ്രമായി. കാലത്ത് ക്ഷേത്രത്തിൽ നാമജപം, കാഴ്ചശീവേലി, പഞ്ചവാദ്യം, മേളം, പ്രഭാഷണം, പാരായണം എന്നിവയുണ്ടായി. തുടർന്ന് 8 ദേശക്കാരുടെ വേലവരവ്, ഗജവീരന്മാരോടുകൂടിയ പ്രഗത്ഭരായ കലാകാരന്മാർ അണിനിരുന്ന പഞ്ചവാദ്യം, മേളം, സാമ്പാവ വേല, തിറ, കാള, പൂതൻ ഉൾപ്പെടെ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. രാത്രി 8 മണി മുതൽ നൃത്തനൃത്യങ്ങൾ, വീരനാട്യം, തിരുവാതിരക്കളി തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി. ആമക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭം. കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരുന്നത് 27 കൊമ്പന്മാർ. ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് തന്ത്രി പാലക്കാട്ടിരി നാരായണ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
അഞ്ചാനയും പഞ്ചവദത്തോടുകൂടി ദേവസ്വത്തിന്റെ എഴുന്നള്ളിപ്പ് വൈകിട്ട് 3-ന് ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ആരംഭിച്ചു. ദേവസ്വം പഞ്ചവാദ്യത്തിന് ചെർപ്പുളശ്ശേരി ശിവൻ, കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, ഹരീഷ് നമ്പൂതിരി, ജയൻ തിരുവില്ലാമല, കുട്ടിനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 27 ആനകൾ അണിനിരന്നു. സൗത്ത് ന്യൂ ബസാർ ആഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പിനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും, മലദേശം സെന്റർ കമ്മിറ്റിയുടെ തിരുമ്പമ്പാടി ചന്ദ്രശേഖരനും, CK നഗർ കമ്മിറ്റിയുടെ പുതുപ്പള്ളി കേശവനും, വട്ടേനാട് ദേശം സെന്റർ കമ്മിറ്റിയുടെ എഴുന്നള്ളത്തിന് പാമ്പാട് രാജനും തെടുമ്പുകളേറ്റി. പരമ്പരാഗത കലകളായ തിറ, പൂതം, കരിങ്കാളി, പ്രാചീന വേഷങ്ങൾ, താളമേളവാദ്യങ്ങൾ എന്നിവയും ഉത്സവത്തിന്റെ മാറ്റുകൂട്ടി. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സ്പോർട്സ് സാമഗ്രികൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലെ LP വിദ്യാലയങ്ങളിലേക്കാണ് കിറ്റുകൾ നൽകിയത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് സ്പോർട്സ് സാമഗ്രികൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് പരിധിയിലെ LP വിദ്യാലയങ്ങൾക്കാണ് സ്പോർട്സ് കിറ്റുകൾ നൽകിയത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷനായിരുന്നു. ജലജ ശശികുമാർ, പ്രിയ പ്രശാന്ത്, P നാരായണൻ, പ്രധാനാധ്യാപിക ശോഭന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തരം പരിപാടികളാണ് ജ്യോതിസ് പദ്ധതിയിലൂടെ നമ്മൾ നടത്തി വരുന്നത്. അതിലൊരു പരിപാടിയാണ് ഇപ്പോൾ ഔഷധോദ്യാനം. എല്ലാ സ്കൂളുകളിലും ഉദ്ഘാടനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ കഴിഞ്ഞിട്ട് വളരെയധികം സന്തോഷമുണ്ട്. ഓരോ ഔഷധത്തോട്ടങ്ങളും കണ്ടപ്പോൾ നമ്മൾ അറിയാത്ത കുറേ ഔഷധങ്ങൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അധ്യാപകർക്കായാലും അതിന്റെ ഗുണങ്ങളും അതിനെ കൊണ്ട് ഉപയോഗങ്ങളും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ കുട്ടികളുടെ കായിക രംഗത്തേക്ക് കുട്ടികളെ ഈ ചെറുപ്പത്തിൽ നിന്ന് നമ്മൾ തുടങ്ങി വെച്ചാൽ കുട്ടികൾ വലിയ ഒരു കായിക താരങ്ങളായി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഭരണസമിതി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കൂടെ ഓങ്ങല്ലൂർ ഭരണസമിതി ഇങ്ങനെ കാഴ്ചവെക്കും. ഗുരുവായൂരിൽ ശനിയാഴ്ച മുതൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കും. 6-ാം വിളക്ക് ദിവസമായ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞുള്ള കാഴ്ചശീവേലിക്ക് കൊമ്പൻ നന്ദൻ സ്വർണ്ണക്കോലമേറ്റും. ആറാട്ട് ദിവസം വരെ പ്രധാന എഴുന്നള്ളിപ്പിന് ഇനി സ്വർണ്ണക്കോലമാണ് എഴുന്നള്ളിക്കുക. മരതകപ്പച്ചയും വീരശൃംഖലയും സ്വർണ്ണപ്പൂക്കളും നിരത്തിയ കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണക്കോലം ഉത്സവദിനത്തിൽ 5 ദിവസവും ഏകാദശി 4 ദിവസവും അഷ്ടമി രോഹിണി ദിവസവും മാത്രമാണ് എഴുന്നള്ളിക്കുന്നത്. കൊടിയേറ്റ ദിവസം ആനയോട്ടത്തോടെ തുടങ്ങുന്ന ഗുരുവായൂർ ഉത്സവം അവസാനിക്കുന്നത് ആറാട്ട് ദിവസം ക്ഷേത്രത്തിനകത്ത് 11 ഓട്ടപ്രദക്ഷിണത്തോടെയാണ്. പള്ളിവേട്ട നാളിൽ ക്ഷേത്രത്തിനുള്ളിൽ 9 ഓട്ടപ്രദക്ഷിണമുണ്ട്. ഇതിനു പുറമെ ഉത്സവത്തിന് എല്ലാ ദിവസവും ആനയോട്ടമുണ്ട്. രാവിലെയും രാത്രിയും ശ്രീഭൂതബലിയുടെ 4ാമത്തെ പ്രദക്ഷിണത്തിനാണ് ആനയോട്ടം. കൊടിമരത്തിന് സമീപത്ത് നിന്ന് മുന്നിൽ വിളക്കുമായി കഴകക്കാരനും ചെണ്ടയുമായി മാരാരും ഹവിസ് കൈയിലേന്തി ഓദിക്കനും ശീഘ്രബലി അർപ്പിച്ച് ഓടി നീങ്ങും. ഭഗവാന്റെ സാന്നിധ്യത്തിൽ ബലിതൂവണം എന്നതിനാൽ പിന്നാലെ തിടമ്പെഴുന്നള്ളിച്ച ആനയും ഓടിയെത്തും. ക്ഷേത്രപാലന്റെ ബലിക്കല്ലിന് ഹവിസ് അർപ്പിച്ച് നിവേദ്യം പാത്രത്തോടെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. ആനയ്ക്കൊപ്പം ഭക്തജനങ്ങളും ഓടിയെത്തും. വ്യാഴാഴ്ച കൊമ്പൻ ദേവദാസ് വെള്ളി നെറ്റിപ്പട്ടം കെട്ടി ഓട്ടക്കാരനായി. കീഴ്ശാന്തി മുളമംഗലം ഹരിനമ്പൂതിരി തിടമ്പെഴുന്നള്ളിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് തെക്കേനടയിൽ ഒരുക്കിയ വൃന്ദാവനം വേദിയിൽ അരങ്ങേറിയ തിരുവാതിരക്കളി കാഴ്ചക്കാരെ ആകർഷിച്ചു. വിവിധ ജില്ലകളിൽ നിന്നുള്ള സംഘങ്ങളാണ് തിരുവാതിരക്കളി അവതരിപ്പിച്ചത്. ഒരു ദിവസം 70 ടീമുകൾ വരെ കണ്ണന് മുൻപിൽ അവതരണം നടത്തുന്നുണ്ട്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടികളിൽ 400-ൽ പരം സംഘങ്ങൾ പങ്കെടുക്കും.
വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.